ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പായസം കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അവിൽ പായസമാണേ. അതിനൊരു ചെറിയൊരു പാത്രത്തിനൊരു പാത്രം അവിലെടുത്തുകയാണ്. ചുവന്ന അവിലാണ് എടുത്തത്, വെള്ള അവിലല്ല. പിന്നെ അതിക്ക് വേണ്ടിയ സാധനങ്ങളാണ് അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, പിന്നെ മുന്തിരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും ഇടാം. അപ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ലേശം നെയ്യ് ഒഴിക്കണം. ആദ്യം ഇവിടെ ഉള്ള നെയ്യ് അത് ഞാൻ അതിലാണ്ട് ഒഴിച്ചെന്നേ ഉള്ളൂ. ലേശം കൂടി വേണം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചെടുത്താണ് കേട്ടോ. ഇത് 2 സ്പൂണ് നെയ്യ് ഉണ്ടാവും. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. തീ കുറച്ച് അല്ല, തീ ഓഫാക്കിയിട്ടാ ചട്ടി ചൂടായി അധികമായിട്ട് തീ കത്തിച്ച് ഇനി നമ്മളിതൊന്ന് വറുത്തെടുക്കണം. നല്ല ടേസ്റ്റാട്ടോ. ഞാൻ അതിന് മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. പിന്നെന്താ വെച്ചാൽ കുറേ നേരം രാത്രി വരെ ഒന്നും വെച്ചാൽ ഒരു എന്താ പറയുക, കുറച്ചൊരു കുറുന്നനായി വരും. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഇതിക്കിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക നമ്മൾ ആദ്യം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കണേ. നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ പായസവും ഏത് പായസം വേണമെങ്കിലും ഇപ്പോൾ പഴം നല്ല ഏത്തപ്പഴം ഉണ്ടെങ്കിൽ, നല്ല പഴുത്തുണ്ടെങ്കിൽ അതുകൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ചുവന്ന് വന്നത്. ഞാനിതൊന്ന് വാരിയെടുക്കട്ടെ. ഈ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തൊക്കെ ഓരോരുത്തർക്ക് അധികം വേണമെങ്കിൽ അതിന് അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്നിങ്ങനെ വറുത്തെടുത്തിട്ട് നമുക്ക് അവിൽ വറുത്തെടുക്കണം. അപ്പം നമുക്ക് ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കണേ. ഒരു സ്പൂൺ റവയും കൂടി ഞാൻ അതിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇതാ ഈ വറുക്കണ അവിലിലേക്കട്ടോട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക നമുക്ക്. അപ്പോൾ അവിൽ ഏകദേശം ആയിന് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയിന്. ഇതും കൂടി ഒന്ന് ചൂടായിട്ട് നമുക്ക് ശർക്കര പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കഷ്ണം ശർക്കര ഉരുക്കിയിട്ടുണ്ട് ഞാൻ. തീ ലേശം കുറച്ച് വെച്ചിട്ടാട്ടോ ഞാൻ വറുക്കണത്.
അവിലായി ഈ രീതിയിലാട്ടാവേണ്ടി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചവച്ച് നോക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ല, അതുപോലെ വേണ്ടി. എന്നാൽ തണുപ്പൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഞെരിഞ്ഞ് വരണം. നമ്മൾ ശർക്കര പാൽ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, മധുരം നോക്കിയിട്ട്. വലിയ കഷ്ണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്നും അവിടെ വെച്ചത്. മധുരം അധികമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെന്ന് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഇട്ടിട്ടില്ല. വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടില്ലേ, ഇത് അതിന് വേണ്ടിയിട്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒന്ന് ഇതിൽ ഒന്ന് റെഡിയായി വരണം കേട്ടോ. അപ്പോൾ അവിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര അവിലൊക്കെ ഇതാ രണ്ടാം പാലാണേ ഒഴിക്കണേ. ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടി ഇടണം. ഒരു 3-4 ഏലക്ക പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. പിന്നെ ഈ വറുത്ത് വെച്ചതൊക്കെ ഇടണം. പിന്നെ വേറെ ഒന്ന് കൂടി ഇടണം, 2 സാധനം കൂടിയും വേറെ ഇടണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിച്ച അവിലുകൊണ്ട് ഇപ്പം എന്താ അത് നന്നാവുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഞാൻ തീ ഓഫാക്കിയിട്ടേന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ആദ്യം എടുത്ത് വെക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒന്നാം പാൽ വെച്ച് കൊടുക്കുക. കട്ടിയുള്ള പാല. ഇതൊന്ന് ചൂടായാൽ മതിയേ, തോന വെട്ടി തിളക്കരുത്. അപ്പോൾ അത് ചൂടായി വന്നിട്ടോ, ഇത്ര മതി. നമുക്ക് തീ ഓഫാക്കിയിട്ട് വറുത്ത് വെച്ചതൊക്കെ ഇടാം. ഇതാ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും. ലേശം ഞാൻ പറഞ്ഞില്ലേ ഏലക്കാപ്പൊടി, ഒരു തരി ഉപ്പിടണം കേട്ടോ. ഒരു നുള്ള്. കാരണം എന്താ വെച്ചാൽ ഈ ശർക്കരയിൽ ഉണ്ടാവും ഉപ്പ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ലേശം നെയ്യും കൂടി ഇതിൻ്റെ മുകളിലിങ്ങനെ ഇറ്റിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. പായസം റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. എല്ലാവരോടും നന്ദി, നമസ്കാരം.